ഹലോ. അപ്പോൾ ചായക്ക് എന്ത് കഴിക്കുമെന്ന് വിചാരിച്ചപ്പം കുറച്ച് പച്ച ഏത്തക്ക ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉപ്പേരി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത്തക്കയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ഉപ്പേരി തയ്യാറാക്കാറുണ്ടോ, അതോ പുറത്തുനിന്നൊക്കെയാണോ ഉപ്പേരി വാങ്ങിക്കാറ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേപോലെ പച്ച ഏത്തക്ക കിട്ടി എനിക്ക് അപ്പോൾ തന്നെ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കണം. ഇതപ്പം ഏത്തക്കയൊക്കെ നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. നല്ല വിളഞ്ഞ പച്ച ഏത്തക്കയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തോലൊക്കെ പെട്ടെന്ന് ഏത്തക്കയിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കായിൽ നന്നായിട്ട് കറ കാണും, അപ്പോൾ നമുക്ക് കറ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ നമ്മൾ ഏത്തയ്ക്ക ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അരമണിക്കൂർ അത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഡിന്നറിനായിട്ട് കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഉള്ളിയും കിഴങ്ങും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇതിന് കോംബോ ആയിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ കിഴങ്ങ് കറിയും ചപ്പാത്തിയൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ നമ്മുടെ കിഴങ്ങ് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ചെറിയ കിഴങ്ങാണ്, അതുകൊണ്ട് തന്നെ ഒരു 3-4 വേണ്ടി വന്നു. വലുതാണെങ്കിൽ 1-2 മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ക്വയറായിട്ടാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റോ മറ്റ് വെജിറ്റബിൾസോ ബീൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ എന്തായിരുന്നു? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 2 പച്ചമുളക് എഴുവിനായിട്ട് എടുത്തിട്ടുണ്ട്, 1 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് 2 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങറിക്ക് വേണ്ട കിഴങ്ങും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയാൽ മതി. അതിനുശേഷം ഞാൻ ചപ്പാത്തിക്ക് വേണ്ട മാവൊക്കെ ചെറിയ ചൂടുവെള്ളമാണ്, ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും. ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൈവച്ച് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റാക്കി ഇതേപോലെ ഇടിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 10-12 എണ്ണം ഉണ്ട്. അതിനുശേഷം അരി ഇട്ടിട്ടുണ്ട് അടുപ്പിലേക്ക്. അപ്പം വെള്ളം കുറവായിരുന്നു, അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഉപ്പേരിക്കുള്ള ചിപ്സൊക്കെ ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ കായിലെ കറയൊക്കെ ആ വെള്ളത്തിലേക്ക് ഒന്നായി കിട്ടും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് റെഡിയായി കിട്ടും. എപ്പോഴും റെഡിമെയ്ഡ് ചിപ്സൊക്കെ വാങ്ങിക്കാതെ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഉപ്പേരിയിട്ട് അതിനകത്തൊന്ന് പൊരിച്ചെടുക്കാം. ഇനിയാണ് കേട്ടോ തോരന് വേണ്ടിയിട്ട് കായ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം മോര് കാച്ചാൻ പോവുകയാണേ. ഈ തോരൻ്റെ അരപ്പിലേക്ക് തന്നെ മോരൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ.
അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ഉപ്പുപൊടി ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ചെറിയ ജീരകവും എരിവിനാവശ്യമായ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ജീരകമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. മോര് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണോ എല്ലാവരും പുളിശ്ശേരി തയ്യാറാക്കാറ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയത് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ഇതേ ഒരു സിമ്പിളായിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് എന്നോ എന്ത് വേണേലും നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ കൊഞ്ച് ഡ്രൈ ഫ്രൈ എന്നൊക്കെ വിളിക്കാം. നല്ല പ്രോൺസിലേക്ക് മഞ്ഞൾപ്പൊടിയും നമ്മുടെ കുരുമുളക്, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് ഫ്രൈ അല്ലെ കൊഞ്ച് റോസ്റ്റോ ഒക്കെ റെഡിയാക്കിയിട്ടും സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു കൊഞ്ച് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യണേ.